വിഗത വിഘ്നാഹ, അതുകൊണ്ട് ഇവർക്ക് സാധനാപാതയിലുള്ള വിഘ്നങ്ങളൊക്കെ ഈ ഒരു പൂർണ്ണ സമർപ്പണ ഭാവം വന്നതുകൊണ്ട് വിഘ്നങ്ങളൊക്കെ അകലുന്നു. അങ്ങനെ ഉപാസന ചെയ്യുന്നു. ഉപാസന എന്ന് പറഞ്ഞാൽ സജാതീയ പ്രത്യയ പ്രവാഹേണ സതതം ചിന്തയതി അനേന നിധിധ്യാസനം ചരമസാധനം ദർശിതം. ഇത്തരത്തിലുള്ള ഒരു നിധിധ്യാസനത്തെ, മെഡിറ്റേഷനെ, റിഫ്ലക്ഷനെ ചരമസാധനം, ഒട്ടുക്കത്തെ സാധനയായിട്ടാണ് പ്രകീർത്തിക്കുക. കാരണം സജാതീയ വൃത്തിപ്രവാഹം, യാതൊന്ന് കാണുന്നത് നാരായണ പ്രതിമ എന്ന പ്രകാരത്തിലുള്ള ഒരു വൃത്തിപ്രവാഹം. എത്രയെത്ര മനോയാതി തത്ര തത്ര സമാധയ. എവിടെയൊക്കെ മനസ്സ് പോകുമ്പോഴും അവിടെയൊക്കെ ആരാധ്യനായ പരമേശ്വരൻ്റെ പ്രേമാസ്പദ സാന്നിധ്യം അത് ഇവർക്ക് പ്രതീതമായി കിട്ടുന്നു. അങ്ങനെ ഇവർ ഇവോൾഡായി എന്ന് പറയുക. ഏതാദൃശ സാധന പൗഷ്കല്യേ സതി യത് വേദാന്തവാക്യജം അഖണ്ഡഗോചരം സാക്ഷാത്കാരൂപം അഹം ബ്രഹ്മാസ്മീതി ജ്ഞാനം സർവശങ്കാ കളങ്ക അസ്പൃഷ്ടം സർവസാധനാഫലഭൂതം സ്വോത്പത്തിമാത്രേണ ദീപ ഇവ തമഹ സകലമജ്ഞാനം തത് കാര്യം ച നാശയതി. ഇങ്ങനെ ഈ പാതയിൽ പുരോഗമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അഖണ്ഡ യത് വേദാന്തവാക്യജം അഖണ്ഡ ഗോചരം സാക്ഷാത്കാര രൂപം. വേദാന്തവാക്യം ഗുരുവിൽ നിന്നൊക്കെ കേട്ടു, തത്വമസ്യാദി മഹാവാക്യങ്ങളൊക്കെ ശ്രവിച്ചു, അതിനെയാണ് നിരന്തരം മനനം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അതുകൊണ്ടുണ്ടാവുന്ന അഖണ്ഡാകാര വൃത്തി, ആ വൃത്തി ഇവരെ എന്ത് ഉദ്ബോധിപ്പിക്കുന്നു? അഹം ബ്രഹ്മാസ്മി സർവം ഖലു ഇതം ച ബ്രഹ്മാസ്തി. ഞാൻ ബ്രഹ്മമാകുന്നു, ഈ കാണായതൊക്കെയും ബ്രഹ്മമാകുന്നു എന്ന ബോധ്യത്തിൽ ഇവരെ എത്തിക്കുന്നു. സാക്ഷാത്കാര രൂപം അഹം ബ്രഹ്മാസ്മീതി ജ്ഞാനം സർവശങ്കാ കളങ്ക അസ്പൃഷ്ടം. പിന്നെ അതിൽ ഡൗട്ടൊന്നുമില്ല എന്ന് പറയും. ഡൗട്ട്ലെസ്, വെൽ എസ്റ്റാബ്ലിഷ്ഡ്, ഫേം നോളജ്. അങ്ങനെയുള്ള അറിവിൻ്റെ അനുഗ്രഹത്തിന് ഇവർ പാത്രീഭൂതരാകുന്നു. സർവസാധനാ ഫലഭൂതം സ്വോത്പത്തി മാത്രേണ. ഇങ്ങനെ സകല ഇതുവരെ അനുഷ്ഠിച്ച സാധനകളുടെയൊക്കെ ഫലമായിട്ടുള്ള ഈ ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്, ആഴത്തിലുള്ള ബോധ്യം, അത് സംഭവിക്കുന്നതോടെ ദീപ ഇവ തമഹ, എപ്രകാരമാണോ വെളിച്ചം ഇരുട്ടിനെ നീക്കുന്നത് അതുപോലെ തത് കാര്യം സകലം അജ്ഞാനം തത്കാര്യം ച നാശയതി. ഈ അറിവിൻ്റെ പ്രകാശം അറിവില്ലായ്മയും അതിൽ നിന്നുണ്ടായിട്ടുള്ള സകല സംസാരദോഷങ്ങളെയും ഇല്ലാതാക്കുന്നു. നിരപേക്ഷമേവ സാക്ഷാത് മോക്ഷഹേതു. ഇങ്ങനെ നിരപേക്ഷമായി കാലദേശാദികളുടെ ഒന്നും അപേക്ഷയില്ലാതെ ഈ ബോധ്യം ഇവരെ മുക്തിക്ക് സഹായിക്കുന്നു. ഇങ്ങനെ അതഹ പ്രാക് പ്രതിജ്ഞാതം ഇതം തു. ഒരാചാര്യ നിരീക്ഷിച്ചിരിക്കുന്നത് ഇതം തു തേ ഗുഹ്യതമം പ്രവക്ഷ്യാമ്യനസൂയവേ എന്ന് പറഞ്ഞില്ലേ, ഈ നിത്യ ഉപാസകർക്ക് ഇത് പ്രാപ്യമാവുന്നു, സുഗമമായി സാക്ഷാത്കൃതമാവുന്നു എന്ന് അവിടെ വാഗ്ദാനം ചെയ്തത് ഇവിടെ ഭഗവാൻ വ്യക്തമാക്കിയിരിക്കുന്നു. പ്രാക് പ്രതിജ്ഞാതം തുടക്കത്തിലേ പറഞ്ഞു വെച്ചത് ഈ പ്രകാരത്തിൽ സാധനാനിഷ്ഠയുള്ളവർക്ക് സംപ്രാപ്യമാവുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. വീണ്ടും ജ്ഞാനയജ്ഞേന ചാപ്യന്യേ യജന്തോ മാമുപാസതേ ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വതോ മുഖം. 15ാം ശ്ലോകത്തിലേക്ക് ആചാര്യസ്വാമികൾ നമ്മളെ നയിക്കുന്നു. തേ കേന കേന പ്രകാരേണ ഉപാസത്തെ ഇതി ഉച്യത്തെ. അവർ ഏതേത് പ്രകാരത്തിലാണ് ഉപാസിക്കുക? 15ാം ശ്ലോകം. ജ്ഞാനയജ്ഞേന ചാപ്യന്യേ യജന്തോ മാമുപാസത്തെ ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വതോ മുഖം. ജ്ഞാനയജ്ഞേന, ജ്ഞാനയജ്ഞം കൊണ്ട് ഒരു കൂട്ടർ എന്നെ ഉപാസിക്കുന്നു. അന്യേ യജന്തോ മാം ഉപാസത്തെ, ജ്ഞാനയജ്ഞം കൊണ്ട് യജ്ഞം ചെയ്യുന്നവരായിട്ട് എന്നെ ഉപാസിക്കുന്നു ഒരു കൂട്ടർ. മറ്റൊരു കൂട്ടരാകട്ടെ ഏകത്വേന, ഈ ജ്ഞാനികൾ ഏകത്വേനയാണ്. മറ്റൊരു കൂട്ടർ പൃഥക്ത്വേന, ഞാനും ഭഗവാനും വേറെ എന്നുള്ള നിലയിൽ. ബഹുധാച്ച വിശ്വതോമുഖം,
വിശ്വരൂപിയായ ഭഗവാനെ ബഹുധ ആചരിക്കുന്നവരുണ്ട്. ഇപ്പം 3 പ്രകാരത്തിൽ ജ്ഞാനയജ്ഞേന ഭഗവാനെ ആരാധിക്കുന്നവർ ഏകത്വേന ഭഗവത് സ്വരൂപത്തെ ആരാധന ചെയ്യുന്നു. ചിലർ പൃഥക്കായിട്ടും മറ്റു ചിലർ ബഹുധ പല പ്രകാരത്തിലും. വിശ്വതോ മുഖം. ആചാര്യസ്വാമികൾ ജ്ഞാനയജ്ഞേന, എന്താ ജ്ഞാനയജ്ഞം എന്ന് വെച്ചാൽ, ജ്ഞാനം ഏവ ഭഗവത് വിഷയം യജ്ഞഃ തേന ജ്ഞാനയജ്ഞേന യജന്തഃ പൂജയന്തഃ മാം ഈശ്വരം ച അപി അന്യേ അന്യാം ഉപാസനാം പരിത്യജ്യ ഉപാസത്തെ. തച്ച ജ്ഞാനം ഏകത്വേന ഏകമേവ പരം ബ്രഹ്മ ഇതി പരമാർത്ഥദർശനേന യജന്ത ഉപാസത്തെ. കേചിച്ച പൃഥക്ത്വേന ആദിത്യചന്ദ്രാദിഭേദേന സ ഏവ ഭഗവാൻ വിഷ്ണുഃ ആദിത്യാദിരൂപേണ അവസ്ഥിതഃ ഇതി ഉപാസത്തെ. കേചിത് ബഹുധാ അവസ്ഥിതഃ സ ഏവ ഭഗവാൻ സർവതോമുഖഃ വിശ്വതോമുഖഃ വിശ്വരൂപഃ ഇതി തം വിശ്വരൂപം സർവതോമുഖം ബഹുധാ ബഹുപ്രകാരേണ ഉപാസത്തെ. ഈ 3 കൂട്ടരെ സംബന്ധിച്ചിടത്തോളവും, 3 പ്രകാരത്തിൽ ഭഗവാനെ ആരാധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും ഉപയോഗിക്കാവുന്ന പദമാണ് ജ്ഞാനയജ്ഞം. ആചാര്യസ്വാമികൾ നമുക്ക് പറഞ്ഞിരുന്നു, ജ്ഞാനം ഏവ ഭഗവത് വിഷയം യജ്ഞഃ തേന. ഭഗവാനെ സംബന്ധിക്കുന്ന അറിവ് തന്നെ യജ്ഞം. ജ്ഞാനം ഏവ ഭഗവത് വിഷയം യജ്ഞഃ, ഭഗവാനെ സംബന്ധിക്കുന്ന അറിവ്. തദനുസൃത ജീവിതം യജ്ഞം. ഇവിടെ അറിവാണ് ബേസിക്കായിട്ട് ഉള്ളത്. ആരെ സംബന്ധിക്കുന്ന അറിവ്? ഭഗവാനെ സംബന്ധിക്കുന്ന അറിവ്. തേന ജ്ഞാനയജ്ഞേന യജന്തഃ. ഈ ഒരു ഭഗവാനെ സംബന്ധിക്കുന്ന ഹോളിസ്റ്റിക് വിഷൻ, ഹോളിസ്റ്റിക് നോളജ്, സമഗ്രമായ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ എന്തെന്ത് ചെയ്യുന്നുവോ അതൊക്കെ ജ്ഞാനയജ്ഞമാകുന്നു. ഇവരുടെ ജ്ഞാനം മോക്ഷജ്ഞാനമല്ല, മറിച്ച് ശരിയായ ഭഗവത് വിജ്ഞാനം. അതുകൊണ്ട് യജന്തഃ പൂജയന്തഃ മാം, പൂജിക്കുന്നു. ഈശ്വരം ചാപി അന്യേ അന്യാം ഉപാസനാം പരിത്യജ്യ ഉപാസത്തെ. ഇവർ മറ്റു ഉപാസനകളെയൊക്കെ വെടിഞ്ഞിട്ടാണ് ഭഗവാനെ മാത്രം ഉപാസിക്കുന്നത്. എങ്ങനെ അവർക്ക് എല്ലാ ചെയ്തി കൊണ്ടും ഭഗവത് ഉപാസനം സാധ്യമാവുന്നു എന്നാണെങ്കിൽ അവർക്കറിയാം എല്ലാം ഭഗവന്മയമാണ് എന്ന്. ഏകനായിട്ടുള്ള ഭഗവാനാൽ ബഹുപ്രകാരം വിസ്തരിക്കപ്പെട്ടതാണ് പ്രപഞ്ചം. അതുകൊണ്ട് അവരുടെ ആരാധന ഭഗവത് ആരാധനയായിട്ട് മാറുന്നു. തച്ച ജ്ഞാനം, ഇവിടെ പ്രതിപാദിച്ച ജ്ഞാനം, അത് ഏകത്വേന പൃഥക് ബഹുധ എന്ന് 3 പ്രകാരം മനസ്സിലാക്കാം. ഏകമേവ പരം ബ്രഹ്മ ഇതി പരമാർത്ഥദർശനേന യജന്തേ ഉപാസത്തെ. ചിലർ ഏകത്വേന എന്ന് പറഞ്ഞാൽ ഏകമേവ പരംബ്രഹ്മ, പരബ്രഹ്മ ഏകമാണ്, സർവപ്രത്യയ ഏകസാരം. ഈ നിലയിൽ ഭഗവാനെ മനസ്സിലാക്കി ഉപാസിക്കുന്നു ഏകത്വേന. പിന്നെയോ കേചിച്ച പൃഥക്ത്വേന, അണ്ടർസ്റ്റാൻഡിങ് ഇസ് ദി സെയിം, എല്ലാം ഭഗവാനാണെന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് ആദിത്യാദി പ്രകടനങ്ങളെ പരിഗണിച്ച് ആരാധന ചെയ്യുന്നു. അവർ ഈശ്വരനെ വേറെ ആരാധ്യനായിട്ട് കാണുന്നു. ബോധ്യമുണ്ട്, ആരാധനാ സൗകര്യാർത്ഥം ഈശ്വരനെ പൃഥക് വേറിട്ട് കാണുന്നു. കേചിച്ച പൃഥക്ത്വേന ആദിത്യചന്ദ്രാദിഭേദേന, ആദിത്യൻ, ചന്ദ്രൻ മുതലായ ഉപാധികളിലൂടെ ഭഗവാനെ ആരാധിക്കുന്നു. സ ഏവ ഭഗവാൻ വിഷ്ണു ആദിത്യാദിരൂപേണ അവസ്ഥിതഃ ഇതി ഉപാസത്തെ. ആ ഭഗവാൻ വിഷ്ണു തന്നെ, സർവവ്യാപിയായിരിക്കുന്ന പ്രഭു, എന്നിലും അന്തര്യാമിയായിരിക്കുന്ന പ്രഭു തന്നെയാണ് ആദിത്യനിലൂടെ പ്രകാശിതനായിരിക്കുന്നത്. ആ ആദിത്യനിലൂടെ
ഓം വിഷ്ണവേ നമഃ, ആ വിഷ്ണു തത്വത്തെ നമസ്കരിക്കുന്നു. ഇങ്ങനെ ആരാധിക്കുന്നവർ പൃഥക്ത്വേന. ഇനിയും കേച്ചിത്ത് ബഹുധാ അവസ്ഥിതഃ സയേവ ഭഗവാൻ സർവതോമുഖ വിശ്വതോമുഖ. ആ ഏകസ്വരൂപിയായ ഭഗവാൻ തന്നെയാണ് ബഹുമുഖിയായി വിശ്വരൂപിയായി പരിലസിക്കുന്നത്. അപ്രകാരവും ചിലർ ആരാധിക്കുന്നു. വിശ്വരൂപം സർവതോമുഖം ബഹുധാ ബഹുപ്രകാരേണ ഉപാസത്തെ തം, ആ ഭഗവാനെ വിശ്വരൂപിയെ, വിശ്വതോമുഖ പല പ്രകാരത്തിൽ പ്രകാശിതമായ ഭഗവാനെ ബഹുധാ ബഹുപ്രകാരേണ ഉപാസത്തെ പല പ്രകാരത്തിൽ ഇവർ ഉപാസിക്കുന്നു.